ഹായ് ഗായ്സ്, ഇന്നൊരു വാട്ട ഈറ്റിംഗ് ഡേ ആണ്. ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ക്ഷമയോടെ കാണുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടാം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് കാലത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടായിരുന്നു. പുട്ടിൻ്റെ കോമ്പിനേഷനായിട്ട് കടലക്കറി ഒന്നല്ല, ഇവിടെ കൊള്ളീസ്റ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുട്ടിന് കോമ്പിനേഷനായിട്ട് കടലക്കറിയാണ് നല്ല കോമ്പിനേഷൻ എന്ന് പറയും. പക്ഷേ പുട്ടും കൊള്ളീസ്റ്റും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക, ഫീഡ്ബാക്ക്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിതിവിടെ ഇടയ്ക്കിടയ്ക്ക് പുട്ടും കൊള്ളീസ്റ്റും ഉണ്ടാക്കാറുണ്ട്. നല്ല സൂപ്പറാണ്. അപ്പോൾ 3 കഷ്ണം പുട്ടും കൊള്ളീസ്റ്റാണ് ഞാൻ കഴിച്ചത്. സൂപ്പറായിരുന്നു. അതിനുശേഷം നമ്മൾ ഉച്ചയിലത്തെ ഫുഡിലേക്ക് നമുക്ക് കിടക്കാം. ഉച്ചയ്ക്ക് ചോറായിരുന്നു. ചോറിനൊക്കെ എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ കറിയാണ്. അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ ഒപ്പം സൺഡേ സാമ്പാറുണ്ട്. ചിക്കൻ കറി സൺഡേയിൽ ഒരു മസ്റ്റാണല്ലോ, ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ ചിക്കൻ കറിയാണ് ഇന്ന് വെച്ചത്. അപ്പോൾ ചിക്കൻ കറി ചോറിലേക്ക് ഞാൻ എടുത്ത് ഇതാണ്. അതുപോലെ സാമ്പാർ വെച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ചിക്കൻ കറിയും സാമ്പാറും കൂട്ടി ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളിയാണ്. ചിക്കൻ കറി ഉള്ളപ്പോൾ ഒന്നും വേണ്ട, എന്നാലും ഒരു പച്ചക്കറി എന്തെങ്കിലും വേണ്ടേ, അതാണ് സാമ്പാർ. അപ്പോൾ 2 കോമ്പിനേഷനും നല്ല സൂപ്പറായിരുന്നു. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ വിഭവങ്ങൾ എന്ന് അറിയിക്കണം. പിന്നെ വൈകുന്നേരം ചായയുടെ ഒപ്പം സ്നാക്സ് ആയിട്ട് പഴംപൊരി ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മുടെ രാത്രിയിലെ ഫുഡിലേക്ക് കിടക്കാം. രാത്രിയിലെ ചോറ് തന്നെയായിരുന്നു. ചോറിനൊപ്പം പരിപ്പ് കറി, അതുപോലെ സർലാസ്, പിന്നെ കുറച്ച് കൊള്ളീസ്റ്റ്, പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക.